ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആലപ്പുഴക്കാരുടെ മീൻ പച്ചക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചേരുവകളെല്ലാം കൂടെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മിശ്രിതം നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മളുടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 കുടംപുളി നന്നായിട്ട് കഴുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മീൻ കഷ്ണങ്ങളാണ്. എപ്പോഴും അയല, മത്തി, പിന്നെ അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ മീൻ പച്ചക്കറി ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ സാധാരണ ഒരു തുണ്ടൻ മീനാണ്. ഏത് മീനായാലും കുഴപ്പമില്ല, നല്ല ഒരു അല്പം കൂടെ ടേസ്റ്റ് ഇതുപോലുള്ള ചെറിയ മീനുകൾ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും. അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുവരെയും ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ മീൻ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. തേങ്ങ അരച്ച് ഈ മീൻ ഇതിനകത്തോട്ടൊന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ തക്കാളി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ സ്ലോ ഫ്ലെയിമിൽ കിടന്ന് തന്നെ വേണം നമ്മളുടെ മീൻ വേവാനായിട്ട്. അപ്പോഴാണ് നമ്മളുടെ മീനിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കി ഉപ്പ് കുറവെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈ തവി ഉണ്ടല്ലോ, അത് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചാലും മതിയാകും. ഒരിക്കലും മീൻ കുത്തി ഉടയ്ക്കുന്ന രീതിയിൽ സ്പൂൺ യൂസ് ചെയ്യരുത്. അടച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തോട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള ഓയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തില്ല. ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷം നമ്മളിത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ താളിച്ചൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് ഒന്ന് താളിച്ച് വേണമെങ്കിൽ ഇതിന് മുകളിൽ ഒഴിക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റ് തന്നെ ലഭിക്കുന്നതാണ്. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത്രയും തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കൊപ്പം ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.